السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. سيدنا محمد رسول الله صلى الله عليه وسلم മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിച്ച റബീഉൽ അവ്വൽ തിങ്കളായിട്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വവും ബഹുമാനവും അത് അല്ലാഹു തആല അത്ര വലിയ ബഹുമാനവും സ്ഥാനവും പിന്നൊരാൾക്ക് കൊടുത്തിട്ടില്ല എന്ന് തന്നെയായിട്ടിരിക്കുന്നത്. അല്ലാഹു തആല നബി തങ്ങളെ മഹത്വത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചെന്നത് നോക്കൂ. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് അല്ലാഹു തആല ചൊല്ലേ, നബിയെ നിങ്ങളെ ഞങ്ങൾ കടത്തിയത് ഷാഹിദായിട്ടും മുബശ്ശിറായിട്ടും നദീറായിട്ടും. നദീർ പേടിപ്പാട്ടി ചൊല്ലാൽ അള്ളാഹുടെ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് തണ്ടാൽ, നരകത്തെക്കുറിച്ച് പേടിപ്പാട്ടി ചൊല്ലാൽ, സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കിടാൽ അതാ മുബശ്ശിറൻ, സ്വർഗം കൊണ്ട് സന്തോഷിക്കിടാലായിട്ട് സാക്ഷിയായിട്ട് അള്ളാഹുടേതായ ദീൻ ഞങ്ങൾക്കൂടെ എത്തുവാട്ടി തന്നത്, ഞങ്ങൾക്ക് ചൊന്ന് തന്നത്, അതൊക്കെ സാക്ഷിയായിട്ടിക്കിട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഞങ്ങൾക്ക് എത്തുവാട്ടി തന്നത്. അതുകൊണ്ടായിട്ടിക്കിടെ ഇന്നും ആ പരിശുദ്ധ ഖുർആനും ഹദീസും ഞങ്ങളുടെ കയ്യിലുള്ള. അപ്പൊ സാക്ഷിയായിട്ടിക്കിട് സന്തോഷം അറിയിക്കുന്ന ആളായിട്ടിക്കിട് നദീർ പേടിപ്പാട്ടി ചൊല്ലാൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുക്ക് വിളിക്കിടാല്, ബിഇദ്നിഹി അള്ളാഹുടെ സമ്മതം കൊണ്ട് അള്ളാഹുലേക്ക് വിളിക്കിടാല്, വസിറാജൻ മുനീറ വിത്തങ്ങൾ വിളക്കായിട്ടിക്കിട് പ്രകാശിക്കിടാനായിട്ടിക്കിട് മാർഗദർശിയായിട്ടിക്കിട്. അല്ലെ, ഒരു വെളിച്ചം കാണുമ്പോൾ പാത്തകളൊക്കെ അവിടെ വന്ന് ചുത്തുകൂടില്ലേ എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പ്രകാശമുള്ള ശരീരം, ആ പുഞ്ചിരിയുള്ള മുഖം, ആ ചന്ത, ആ സൗന്ദര്യ, ആ സ്വഭാവം, അതൊക്കെ കണ്ട ആളുമാറ് നബി തങ്ങളെ ചുറ്റും കൂടിയില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിച്ചില്ലേ, ബഹുമാനിച്ചില്ലേ, മതി പറയാത്തതുപോലെ നോക്കിയില്ലേ. അപ്പോൾ സ്വഹാബാക്കൾ എത്രയായിട്ട് നബി തങ്ങളെ ബഹുമാനിച്ചത്. സ്വന്തം ശരീരത്തേക്കാൾ അല്ല, ഞങ്ങൾ പലക്കത്തിൽ മാത്രം ചൊല്ലല്ലാണ്ട് പ്രവൃത്തിയിൽ ഞങ്ങളെ കൊണ്ടത് കാട്ടൊക്കെ സാധ്യമാണ്. സ്വഹാബാക്കൾ അങ്ങനെ സ്വന്തം ശരീരത്തെക്കാൾ നബിയെ ബഹുമാനിച്ചത് എന്നത് അങ്ങനെ ചരിത്രത്തിൽ കാണാം. അല്ലെ, ഇപ്പൊ യുദ്ധത്തിന് പോണുണ്ടോ ചൊല്ലുമ്പോഴത്തേക്ക് എല്ലാ സ്വറവും വലിച്ചെറിഞ്ഞിട്ട് അങ്ങ് വന്നില്ലേ. അല്ലെ, അങ്ങനെ മക്കൾ, പെഞ്ഞായി, കുടുംബ സ്വത്ത് എല്ലാം വിട്ട് വലിച്ചെറിഞ്ഞിട്ട് നബിയുടെ പിറവത്തങ്ങൾ കൂടിയില്ലേ. അങ്ങനെ ബേജാറ് നബിത്തങ്ങൾ ഏതെങ്കിലും ഒരു യുദ്ധത്തിന് അനുമതി കൊടുത്തില്ലെങ്കിൽ എനിക്ക് ബേജാറില്ല. ചെറിയ മക്കൾ വരെ ബദർ യുദ്ധത്തിൽ പോണ രണ്ട് സ്വഹാബാക്കളെ ചെറിയ രണ്ട് മക്കളെ നബിത്തങ്ങൾ പിറവ് കടത്തില്ലേ ബദർ യുദ്ധത്തിൽ പോകുമ്പോൾ പറണ്ട. അപ്പോൾ ഒരാൾ നല്ലോണം ബുൽപുട്ടിട്ടാകുമ്പോൾ നബി അയാൾക്ക് അനുമതി കൊടുത്തിട്ട് പറട്ടുണ്ട്. അപ്പോൾ അങ്ങൊക്കെ അത്രക്കും നബിത്തങ്ങളെ പിറവത്തങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ആ സ്വഭാവം, ആ ശരീരം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം അത് സ്വഹാബാക്കൾ കണ്ടറിഞ്ഞ് ഞങ്ങളെ ശരീരത്തെക്കാൾ അങ്ങ് കൂടുതൽ സ്നേഹിച്ചതെന്നുള്ളതാണ്. അല്ലെ, ഇന്ത്യപ്പോൾ ഒരു യുദ്ധത്തിൽ പോകുന്നുണ്ട്, നിസ്കാരത്തിൽ വിളിച്ചെങ്കിലേ ഞങ്ങൾ പറകല്ലേ, പിന്നല്ലേ യുദ്ധത്തിൽ വിളിച്ചെങ്കിലേ. അപ്പൊ യുദ്ധത്തിൽ വിളിച്ചുകൊണ്ടുണ്ടെങ്കിൽ നോക്കൂ, അതിൻ്റെ അത്ര കാലത്തെ അവസ്ഥ നീ മനസ്സിലാക്കൂ. പിന്നെ മക്ക് ചോക്ലേറ്റ് കൊണ്ടുണ്ട്, ഡ്രസ്സ് കൊണ്ടുണ്ട്, മിഠായി കൊണ്ടുണ്ട്, അങ്ങ് പോണ്ട് അല്ല, തല പോണ്ടിട്ടുള്ള ഉറപ്പോട് കൂടെ തിരിച്ചിരുന്നെങ്കിൽ കാണാം. ഇല്ലെങ്കിൽ അള്ളാഹുടെ ദീനുക്ക് ബേനായി ഷഹീദാവുടെ എന്ന ആ ഒരു അത്രക്കും വലിയ ഇഖ്ലാസോട് കൂടി ഇട്ടിക്കിടെ അങ്ങ് പോയോ. അപ്പൊ അങ്ങനെ ശരീരത്തെക്കാൾ നബിയെ ബഹുമാനിച്ചത് എന്നതൊക്കെ അങ്ങനെ ചരിത്രത്തിൽ തന്നെ കാണാം. ഞങ്ങളിൽ അങ്ങനെ കാണുക സാധ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് നബി തങ്ങൾ ചൊന്ന ഹദീസാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസ്, ഫുദ്ദിൽതു അലൽ അംബിയാഇ ബിസിത്തിൻ. ഒരുപാട് നബിമാരെ അല്ലാഹു തആല കടത്തില. എല്ലാ അമ്പിയാക്കന്മാരും മനുഷ്യന്മാരെക്കാൾ ഏറ്റവും വലിയ സ്ഥാനത്ത് അങ്ങനെ നിൽക്കുകയാണ്. അതിൽ അമ്പിയാക്കന്മാരെക്കാളും നന്റെ അല്ലാഹു തആല 6 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു ശ്രേഷ്ഠമാക്കിയ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6 കാര്യങ്ങളെ കൊണ്ട് ശ്രേഷ്ഠം. എന്തെല്ലാം 6 കാര്യങ്ങൾ? ഊതീതു ജവാമിയൽ കലിം. ഒന്ന്,
നബിക്ക് ജവാമിയുൽ കലീം കൊടുത്തുള്ളൂ. എനിക്ക് അള്ളാഹു താല ജവാമിയുൽ കലീം തന്നിട. ജവാമിയുൽ കലീം ചെന്നെങ്കിൽ ചെറിയ പലക്കവും ഒരുപാട് അർത്ഥം ഉൾക്കൊള്ളിടയ്ക്കത്തത്. പിന്നെ മുത്തുനബി തങ്ങളെ ഹദീസ് എത്ര ചർച്ച ചെയ്തെങ്കിലും ബയാന ചെയ്തെങ്കിലും അത് കരപ്പും തോട്ടകാവാത്തേക്കത്തത്. അപ്പൊ ചെറിയ വിഷയവും ഒരുപാട് ആശയങ്ങളും അങ്ങനത്തെ ഒരു കലാമായിട്ട് ഇവിടെ അള്ളാഹു താല നബിക്ക് കൊടുത്തത്. അത് ഊതീതും ജവാമിയുൽ കലീം വനസിർത്തു ബിർറുഅബ്, എന്നെ പേടിപ്പിക്കൽ കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം നബിത്തങ്ങള് അണ്ടത്തെ കാലത്ത് യുദ്ധത്തിന് പോകണം. അപ്പൊ യുദ്ധത്തിന് പോകേണ്ട ആ റായത്താൽമാർക്ക് ഇപ്പറ ബണ്ടൂലാണ്ട് വിഷയിക്കിട്ടെങ്കിൽ തന്നെ അങ്ങക്ക് ബെറക്കൂസുറുവാണ്. അങ്ങനത്തെ ഒരു കഴിവ് അത് അള്ളാഹു തല ഞങ്ങളെ നബിക്ക് കൊടുത്തുന്ന ഒന്ന്. പിന്നെ മൂന്നാമത്തേത് ഗനീമത്തുകൾ എനിക്ക് ഹലാലാക്കപ്പെട്ടു. മുന്നത്തെ നബിമാർക്ക് ഗനീമത്ത് ഹലാലല്ല. യുദ്ധത്തിൽ കിട്ടിയ സ്വത്തുകളായിട്ട് ശത്രുപക്ഷത്തിൽ നിന്നും കിട്ടിയ സ്വത്തുകൾ, ആ സ്വത്ത് പല കാലത്തൊക്കെ മുന്നത്തെ നബിമാർ അണ്ടത്തെ കാലത്ത് യുദ്ധം ചെയ്തെങ്കിൽ അതവിടെ കൂട്ടിവെക്കുക. പിന്നെ ആകാശഭാഗത്തിൽ നിന്ന് തീ വന്നതിനെ കരിച്ചു കളയല. ഞങ്ങളെ നബിക്ക് അള്ളാഹു ഹലാലാക്കി അതിൽ ഓതിയാക്കോ എടുത്തോളൂ വെച്ചു. അത് നക്കത്തത് അത് മുന്നത്തെ നബിമാർ കൊടുത്തിട്ടില്ല. പിന്നെ നക്ക് തന്ന ഒരു ശ്രേഷ്ഠതായിട്ട് മറ്റുള്ള അമ്പിയാക്കന്മാർക്ക് കൊടുക്കാത്തത്. ഭൂമിയിലെ അള്ളാഹു നക്ക് തഹൂറും മസ്ജിദുമാക്കിട. തഹൂർ ചെന്നെങ്കിൽ ശുദ്ധിയാക്കുള്ള വസ്തു, മസ്ജിദിന് പള്ളി നിസ്കരിക്കുള്ള ജാഗ്യം. അപ്പൊ ഭൂമിയിൽ എവിടെ വേണമെങ്കിൽ നിസ്കരിക്കാം. പള്ളിയിലേ വന്നിട്ട് നിസ്കരിക്കൊണ്ടില്ല, എവിടെ നിസ്കരിച്ചല്ല. ഇന്നത്തെ കാലത്തിൽ ചില അമ്പിയാക്കന്മാർക്ക് എന്ത് അങ്ങ് പള്ളിയിലേ നിസ്കരിക്കണം എന്നുള്ളത്, വേറെ എവിടെ നിസ്കരിക്കാവില്ല അങ്ങനത്തേത്. അപ്പൊ മുന്നത്തെ നബിമാരെക്കാൾ നക്ക് ഡിഫറൻസ് നക്കല്ലാഹു താല തന്ന ആറ് കാര്യത്തിൽ ഒന്നത്. പിന്നെ ഭൂമിയിലെ നക്ക് തഹൂറാക്കിരാൻ ചൊന്നതിനർത്ഥം ശുദ്ധിയാക്കുള്ള വസ്തു. ഇപ്പൊ തന്നെ ഇല്ലെങ്കിൽ തേമമാക്കിയമേ നിസ്കരിക്കുക. താറായത്തിന്റെ ഇടയിൽ എവിടെ വെച്ചിട്ട് അവർക്ക് നിസ്കരിക്കാം. നന്റെ ഇടീ ലോകത്ത് തന്നെ റസൂലായി നന്റെ കടത്തിന്. മുന്നത്തെ നബിമാരെല്ലാം ഓരോ ഏരിയത്ത് കിടത്തിന്, ഓരോ റായത്ത് കിടത്തിന്. നന്റെ അങ്ങനെയല്ല, ഇടീ ലോകത്ത് തന്നെ റസൂലായി നന്റെ കടത്തിന്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസാ, അമ്പിയാക്കന്മാർ നന്റെ കൊണ്ട് അവസാനിപ്പിക്കപ്പെട്ടത്. നണ്ടിൽ പിന്നെ നബിയില്ല, എന്നാ ലാസ്റ്റ് നബി. അപ്പൊ 6 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു നന്റെ ശ്രേഷ്ഠമാക്കിട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചൊല്ലും. ഏത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസിൽ കാണാം, അന സയ്യിദു ഉൽദി ആദം, ആണ് ആദം സന്തതിരെ നേതാവായിട്ടിക്കണേ, സയ്യിദായിട്ടിക്കണേ. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നാണ് ആദം സന്തതി. അന്ത് എല്ലാ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ ഖിയാമത്ത് നാൾ തോറുള്ള എല്ലാ ആളുമാറും ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂടില്ലേ. ഇപ്പൊ നബിത്തങ്ങലായാത്ത കാലത്ത് അണ്ടിന്ന മിസ്സന്മാരേ ഉള്ളു, പക്ഷെ ഖിയാമത്ത് നാളിൽ എല്ലാവരും ഒരുമിച്ച് കൂടാറ്. അപ്പൊ ഇണ്ടും ഞങ്ങളെ നേതാവേ, അണ്ട് എല്ലാ ആളുമാരെയും നേതാവും. ആദം സന്തതിക്കൽ തന്നെ നേതാവും ചൊല്ലുമ്പോ അനുയായിനെ പോയിട്ട് സഹായിക്കണ വ്യക്തിയായിട്ട് നേതാവ്. ഖബർ പൊട്ടി ഫസ്റ്റ് എണീക്കടേ നാണ് തന്നെയായിട്ടിക്കട്. ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്തുമ്പോ ഖബറിലെങ്ങല്ല ഹയാത്തായി പണ്ടില്ലേ, അതിൽ ഫസ്റ്റ് എണീക്കണത് നാ തന്നെ. വവ്വലു ഷാഫീൻ വവ്വലു മുഷഫ്, ആദ്യമായിട്ട് ഷഫാത്താക്കടവനും നാണ്, ഷഫാത്ത് സ്വീകരിക്കപ്പെട്ടവനും നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ആളുമാരെയും നേതാവ്, എല്ലാത്തിനും മുന്നല്, അമ്പിയാക്കന്മാരെയും നേതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്തെ മറ്റുള്ള ആളുമാരെക്കാൾ അള്ളാഹു താല ഉയർത്തില്ല. അള്ളാഹു താല ഏറ്റവും ഭയപ്പെട്ട ആൾ, അള്ളാഹു ഏറ്റവും കൂടുതൽ തഖ്വയുള്ള ആൾ. അള്ളാഹു താല നബിക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ അള്ളാഹു താല കൊടുത്തണം. ഒന്ന്, അള്ളാഹു താല ഞങ്ങളുടെ നബിയുടെ പേര് ആ അള്ളാഹുടെ പേരിടട്ടുക അള്ളാഹു കൂട്ടിച്ചേർത്ത എന്നുള്ളത്. അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കൂടി ചൊല്ലണം. അള്ളാഹു താല ഞങ്ങളുടെ നബിയുടെ കാര്യത്തിൽ ഒരു സൂറത്ത് കംപ്ലീറ്റ് ആയിട്ട് അള്ളാഹു ഇറക്കിയ 4 സൂറത്ത് ഞങ്ങളുടെ നബിയുടെ വിഷയത്തിൽ മാത്രം. അതിൽ ഒന്ന് വദ്ദുഹാ വല്ലൈലി, അലം നശ്റഹ് ലക സദ്റക്,
പിന്നെ ഇന്ന ആഅതൈനാക്കൽ കൗസർ, ഇദാ ജാഅ നസ്റുല്ലാഹ്. 4 സൂറത്ത്. ഈ 4 സൂറത്തിൽ അങ്ങനെ നബിയുമായി സംബന്ധപ്പെട്ട വിഷയിട്ടിട്ടുള്ള അല്ലാഹു നബി തങ്ങളെ കുറിച്ച് എന്നാറ്റിക്കട് ചൊല്ലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അതിൽ വേറെ വിഷയമില്ല, തങ്ങളെ സംബന്ധിച്ച് മാത്രം അല്ലാഹു തആല പൂർണ്ണമായ ഒരു സൂറത്ത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനനമായി സംബന്ധപ്പെട്ട് ഓർമ്മണിക്കണമെങ്കിൽ ഒരു ചരിത്രത്തിൽ ഒരു സൂറത്ത് തന്നെ അള്ളാഹു ഇറക്കിയ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഞങ്ങളുടെ നബിയുടെ ജനനത്തെ വർഷത്ത് സംഭവിച്ച ഒരു അത്ഭുതമായിട്ട് കഅബത്തെ പുലിക്കു വന്ന അബ്രഹത്ത് രാജാവിടെ അള്ളാഹു ചൂട് കല്ലുകൊണ്ട് എറിയുടെ പക്ഷികളെ അള്ളാഹു അയച്ച് അങ്ങനെ നശിപ്പിച്ച എന്നുള്ളത് അണ്ടത്തെ കാലത്തിൽ ഏറ്റവും വലിയ അറിയപ്പെട്ട ഒരു ചരിത്രം. അണ്ട് ആ ചരിത്രം ഇടീ ലോകം പടർന്നു പിടിച്ചിട്ട്, കാരണം അത് നബി തങ്ങൾ ജനിക്കുന്ന സന്ദർഭ ആ വർഷ അതായിട്ട് ഒരു 54 കലികളോട് കൂടി ആയിട്ട് ഞങ്ങളെ നബിയുടെ പേര്. അപ്പൊ എല്ലാ ആളുമാരെ ബായിലും ചർച്ച മക്കറായത്തെ സംബന്ധിച്ചായിട്ടുണ്ട്. അപ്പൊ എല്ലാ മനുഷ്യന്മാരെയും ചർച്ച മക്കത്തെ കേന്ദ്രീകരിക്കൂ. അല്ലാഹു തആല അങ്ങനത്തെ ഒരു സംഭവത്തെ ഉണ്ടാക്കിയ ആ സംഭവം വിവരിക്കുന്നത് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. പിന്നെ ഞങ്ങളെ നബിയുടെ ആ റായത്താളുമാർ ഖുറൈശിങ്ങ അങ്ങനെ സംബന്ധിച്ച് അല്ലാഹു തആല ഒരു സൂറത്ത് തന്നെ ലിഈലാഫി ഖുറൈശ് അങ്ങനെ പേര് ചൊന്നിട്ട് തന്നൊരു സൂറത്ത് അല്ലാഹു തആല ഇറക്കിയ. ഞങ്ങളെ നബിയുടെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ളങ്ങായിട്ട് അല്ലെ, ഞങ്ങളെ നബിയുടെ അനുയായികളുടെ ബാക്കി നബിമാറും ഇല്ല. ആദ്യം സ്വർഗത്ത് കടക്കുന്നതും ഞങ്ങളെ നബി, ആദ്യം ഷഫാത്ത് ചെയ്തതും ഞങ്ങളെ നബി. അപ്പോൾ ഞങ്ങളെ നബിയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഒരുപാട് ചൊല്ലലുണ്ട്. അള്ളാഹു അവിടുത്തെ സ്ഥാനം വലിയ സ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്തില്ല. അത് ചൊല്ലണം, അംഗീകരിക്കണം. ഞങ്ങളെ നേതാവ് ഞങ്ങളെ നബി ഞങ്ങൾ അഭിമാനിക്കേണ്ടതായിട്ട്, കാരണം ഞങ്ങളെ നബിയുടെ മഹത്വമായിട്ട് ഇതൊക്കെ അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ അള്ളാഹു ദുനിയാവും ആഖിറവും അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഇനിയും നമുക്ക് ചൊല്ലണം, കേൾക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.